ഇറാന്റെ ഇസ്രായേൽ ആക്രമണം ഏതാണ്ട് ആസന്നമായിരിക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്കൻ സേനാ മേധാവി ഇറാനിലേക്ക് എത്തി. ഇതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഇതേക്കുറിച്ച് രാമേന്ദ്രൻ സാറും AP അഹമ്മദ് മാഷും കൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ. രാമേന്ദ്രൻ സാർ, ഇതിൻ്റെ രാഷ്ട്രീയം എന്താ? അതായത് അമേരിക്കയുടെ സെൻകോം എന്ന് പറയും, US സെൻട്രൽ കമാൻഡ്. സെൻട്രൽ കമാൻഡിൻ്റെ കമാൻഡർ മൈക്കിൾ കൂറില്ല, അദ്ദേഹം ഇന്ന് ഇസ്രയേലിലെത്തി. അദ്ദേഹം ഇസ്രയേലിൽ എത്തിയിരിക്കുന്നത് ആസന്നമായ ഇറാൻ ആക്രമണത്തിൽ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സഖ്യ കക്ഷികളെയൊക്കെ ഒന്നിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇസ്മയിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ്റെ ഒരു ആക്രമണം ഇസ്രയേലിനെതിരെ ഉണ്ടായിരുന്നു. 300ഓളം മിസൈലുകൾ ആ ആക്രമണത്തിൽ അവർ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇസ്മയിൽ ഹാനിയെ ഇപ്പോൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പഴയതുപോലൊരു സഖ്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. ഉദാഹരണത്തിന് ജോർദാൻ ഒരു താവളമായിട്ട് കിട്ടണം ഈ ആക്രമണത്തിന്. ഈ ഇസ്രയേലിനും അമേരിക്ക ഉൾപ്പെടെയുള്ള ബ്രിട്ടൻ, ഫ്രാൻസ് സഖ്യകക്ഷികൾക്കുമൊക്കെ ഇറാനിലെ ഡ്രോണുകളെ നേരിടാൻ ജോർദാൻ ഒരു താവളമായിട്ട് കിട്ടണം. അത് ഏപ്രിലിൽ ജോർദാൻ സമ്മതിച്ചിരുന്നതാണ്, ഈ കഴിഞ്ഞ ഏപ്രിലിൽ. അപ്പോൾ അതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുള്ള അതുകൊണ്ടാണ് ഇതൊക്കെ പരിഹരിക്കാനും ബാക്കി ചർച്ചകൾക്കൊക്കെയാണ് ഈ മൈക്കിൾ കൂറില്ല അവിടെ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 13 ഇറാൻ ഇസ്രയേലിനെതിരെ ആദ്യമായിട്ട് ചരിത്രത്തിൽ നേരിട്ട് ആക്രമണം നടത്തിയ ദിവസമാണ്. അന്ന് അതിന് സമമായിട്ടൊരു ആക്രമണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആൻ്റണി ബ്ലിങ്കൻ G7 രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും അത് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിരുന്നു. 48 മണിക്കൂർ വൈകുകയും ചെയ്യാൻ വേണമെങ്കിൽ അത് ഏപ്രിൽ 13 നടന്ന ആക്രമണത്തിന് സമമായിരിക്കാം, പക്ഷെ കുറച്ചുകൂടി വിപുലവുമായിരിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇസ്രയേൽ ഇതുവരെ ഹാനിയെ കൊന്നതിൽ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഹമാസുമായിട്ട് ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഇപ്പോൾ സമ്മതിക്കേണ്ട. പക്ഷേ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലുള്ള അവരുടെ മാധ്യമങ്ങളിലൊക്കെ ഈ ഹാനിയെ കൊല്ലപ്പെട്ടതിനെ പറ്റി ധാരാളം വാർത്തകൾ, വ്യാഖ്യാനങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ മറ്റേ ഷുക്കൂറിനെ ഹാനിയെയും കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഈ സെൻകോം കമാൻഡറിൻ്റെ മൈക്കിൾ കൂറിലയുടെ യാത്ര തീരുമാനിച്ചിരുന്നതാണ്. ഒരു സംഘർഷം ഉണ്ടാകാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജോർദാനിൽ ചെന്നിരുന്നു. അപ്പോൾ രാജാവുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് വന്നിരിക്കുന്നത്. ഏപ്രിൽ 13 ആക്രമണത്തിൽ നേരത്തെ പറഞ്ഞ പോലെ 300 മിസൈലുകൾ പിന്നെ ഡ്രോണുകളൊക്കെ പങ്കെടുത്തിരുന്നു ഇറാൻ നടത്തിയ ആക്രമണത്തിൽ. മിക്കവാറും മിസൈലുകളൊക്കെ ഇടയ്ക്ക് വെച്ച് തന്നെ പിടിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചിരുന്നു. അത് സഖ്യരാജ്യങ്ങളും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. IDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേലിൻ്റെ പട്ടാളത്തിൻ്റെ ഒരു താവളത്തിൽ ഇത് പതിച്ചു, ഒരു മിസൈൽ പതിച്ചു. പക്ഷേ അത് നെഗേവ് എന്ന് പറഞ്ഞ മരുഭൂമി ഉണ്ടല്ലോ, ആ ഭാഗത്തൊരു ബദൂയിൻ പെൺകുട്ടിക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ പതിച്ചിട്ട്, അതായത് ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ ഇത് തകർന്ന് കഷ്ണങ്ങളായിട്ട് പോകുന്നുണ്ടല്ലോ, അതിലൊരു ഷാർപ്പനൽ, ഒരു കഷ്ണം കൊണ്ടിട്ട് ഒരു ബദൂയിൻ പെൺകുട്ടിക്ക് പരിക്ക് പറ്റിയതാണ് അന്നത്തെ ഒരു കാഷ്വാലിറ്റി ആയിട്ട് പറയുന്നത്. ഈ ഇന്ത്യൻ, ഇസ്രയേൽ, അമേരിക്ക, ബ്രിട്ടൻ, ജോർദൻ ഇത്രയും രാജ്യങ്ങൾ അന്ന് ഒന്നിച്ച് നിന്നിരുന്നു. ഇസ്രയേലിന് തെക്കാണ് ഈ മിസൈൽ ആക്രമണം അന്ന് ഇറാൻ നടത്തിയിരുന്നത്. ക്രൂസ് മിസൈലുകൾ ആണ് അയച്ചിരുന്നത്. ഏപ്രിൽ 19 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ തിരിച്ചടിച്ചു. പക്ഷെ അതൊരു വ്യാപകമായ തിരിച്ചടിയായിട്ട് ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് സമമായ തിരിച്ചടി അല്ലായിരുന്നു. ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്രമിച്ചത്. അത് ഇറാൻ്റെ S-300 ദീർഘദൂര മിസൈലുകളുടെ ഈ ഡിഫൻസ് സിസ്റ്റം
അതാണ് തകർത്തത് ഇസ്ഫഹാനിൽ. ഇസ്ഫഹാനിൽ നിന്ന് 100 കിലോമീറ്റർ പോയാൽ ഇറാൻ്റെ നഥാൻ ആണവ കേന്ദ്രം അവിടെയാണ്. അപ്പോൾ ഇനി ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ആണവ കേന്ദ്രം തകർക്കും എന്നുള്ള ഭീഷണി ആയിരുന്നു ആ 19-ന് നടന്ന ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതുകൊണ്ട് അന്ന് മറ്റേ ഇസ്രയേൽ ഡമാസ്കസിൽ ഒരു ആക്രമണം നടത്തി 7 ഓഫീസർമാരുടെ ഇറാൻ്റെ 7 ഓഫീസർമാരെ കൊന്നതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ആ ആക്രമണം. സിറിയയിൽ വെച്ചിട്ടോ? അതെ, ഡമാസ്കസിൽ. അതെ, ഡമാസ്കസിൽ അവരുടെ ഇറാൻ ഗാർഡ്സില്ലേ, റെവല്യൂഷണറി ഗാർഡ്സ്, അവരുടെ സേനയുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ 7 ഓഫീസർമാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ അന്ന് ആക്രമിച്ചത്. അതാണ് ഈ ഇറാനും ഇസ്രയേലുമായിട്ട് സമീപകാലത്ത് നടന്നിട്ടുള്ള ഒരു ആക്രമണം. അടുത്ത ആക്രമണമാണ് ഇപ്പോൾ വരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാനെ ഇങ്ങനെ ആക്രമിച്ചാലേ ഇറാൻ്റെ ഒരു നടപടി അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും? അപ്പോൾ അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയാണല്ലോ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടുള്ള സ്ഥിതിക്ക് ഈ പറയുന്ന ഹമാസും ഹിസ്ബുള്ളയെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുമോ? എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ സാറ് ഈ പറഞ്ഞു വന്ന നിരീക്ഷണമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇറാൻ ഒരു വമ്പിച്ച സംഘർഷത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഭയങ്കര കൺഫ്യൂഷനിലാണ് അവർ. ഒന്ന്, അവരുടെ നയപരമായ അന്താരാഷ്ട്ര ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് അവർ ഇസ്രായേലിനോട് അറ്റാക്ക് ചെയ്യാൻ പോകാവുന്ന അവസ്ഥയല്ല. പ്രത്യേകിച്ച് അറബ് ലോകവും ഇറാനും തമ്മിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ സൗദി അറേബ്യയും പണ്ട് ഉണ്ടായിരുന്നത് ഇവരൊക്കെ കൂടി അറബ് ലോകം എന്ന് പറഞ്ഞാൽ ഈ സുന്നി ലോകവും ഷിയ ലോകവും ഒന്നായിരുന്നില്ല, രണ്ടായിരുന്നു. ഇപ്പോൾ സമീപകാലത്തെ ആഗോള ചിത്രത്തിൽ രണ്ടുപേരും ഒന്നാണ്. അതുകൊണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജോർഡാൻ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇസ്രായേൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടാളിയാണ്, സഹായിയാണ്. സൗദി അറേബ്യയോട് ഉള്ള കാലം മുഴുവൻ വൈകാരികമായും സൈനികമായും യുദ്ധം ചെയ്ത് വംശീയമായ യുദ്ധം നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് ഇറാനും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ തമ്മിൽ വ്യാപാര കരാറുകളും ധാരണയും ഉണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഇറാൻ പോയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ, എനിക്ക് തോന്നുന്നു ഇസ്രായേലിനും ഈ ക്രൈസിസ് ഉണ്ടാവും. ഈ സമയത്ത് ഇസ്രായേലിനെ പോയി ആക്രമിക്കാനുള്ള ഒരു ബുദ്ധിമോശം ഇറാൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇറാനകത്ത് ഈ പറഞ്ഞ ഷിയ തീവ്രവാദികളുടെ വലിയ സമ്മർദ്ദമുണ്ട്. ഇറാൻ ഭരണകൂടം ഇത് രണ്ടിനും ചേർന്നതാണല്ലോ. നയപരമായി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭരണതന്ത്രജ്ഞതയും വേണം. ഈ ഊതി വീർപ്പിക്കപ്പെട്ട ഈ അന്യവംശ വിദ്വേഷം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സുന്നി വിദ്വേഷം. ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ്. അമേരിക്കൻ വിരോധവും ഹിന്ദു വിരോധവും ക്രൈസ്തവ വിരോധവും ഒക്കെ സെക്കൻഡറിയാണ്. ഫസ്റ്റ് വൺ സുന്നി വിരോധം. അത് സിരകളിൽ കുത്തിവെച്ചിട്ടാണല്ലോ ഇറാൻ റവല്യൂഷൻ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം എളുപ്പമല്ല അത് വറ്റിച്ചെടുക്കാൻ. ആ സിരകളെ അങ്ങനെ വറ്റിച്ചെടുക്കാൻ എളുപ്പമല്ല. അപ്പോൾ ആ സിരകളുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ തീവ്രവാദ യൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ടാവും. അതുകൊണ്ട് തൽക്കാലം അവരെ പ്രീതിപ്പെടുത്താനെങ്കിലും തൃപ്തിപ്പെടുത്താനെങ്കിലും ഒരു പൊട്ടാഷ് കളിക്കാനാണ് സാധ്യത. ഒരു ചെറിയ ഡ്രോണെങ്കിലും നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ചടിച്ചു, എന്ത് ചെയ്യാം. പിന്നെ ഒരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ ഈ പാളിച്ചകൾ വല്ലാതെ ആഗോളതലത്തിൽ എക്സ്പോസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഒരു മറുപടി ഉണ്ടാകണം. ഞങ്ങൾക്ക് പാളിച്ച പറ്റിയില്ല എന്നൊക്കെ വരുത്തണം. കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ലഘുദൂര പ്രൊജക്ടൈൽ ആണ് ആ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉണ്ടായിരുന്നിടത്ത്, ഹമാസിന്റെ തലവൺ ഉണ്ടായിരുന്നിടത്തേക്ക് ഈ അകത്ത് ബോംബ് വെച്ചു എന്നൊക്കെ, ബോംബ് പ്ലാൻ ചെയ്തിരുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ്, ടെലഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇറാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലഘുദൂര പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു ലഘുദൂര മിസൈൽ ആണ് അയച്ചിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രതികരണം കുറച്ചുകൂടി കുഴപ്പം പിടിച്ചതാണ്. എന്താണെന്നറിയോ, അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ആ മിസൈൽ അയച്ചിരിക്കുന്നതെന്നല്ലേ സാധ്യത. പറഞ്ഞുകൂടാ, കാരണം ഇവർ മുഴുവൻ അവിടെയാണ്. ഹിസ്ബുള്ളയുടെ മുഴുവൻ കേന്ദ്രങ്ങളും അവിടെയാണ്, ഹൂത്തികളുടെ മുഴുവൻ കേന്ദ്രം അവിടെയാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ IS
IS പോലും പറ്റാത്ത വിധത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളാണ്. ഞാൻ ഈ അവരയച്ചതായിരിക്കണം എന്നല്ല പറയുന്നത്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, വേണ്ടത്ര ചാരന്മാർ ഇസ്രയേലിന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ അകത്ത് തന്നെയുണ്ട്. ഉണ്ട്, അതായിരിക്കണം അതിൻ്റെ സാധ്യത. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ മാറ്റം ഇറാൻ ജനതയും വളരെ ആഴത്തിൽ കാണുന്നുണ്ട്, വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറാൻ ഈ ഒരു സ്യൂഡോ ഫ്രീഡം കൊടുത്തിരുന്നല്ലോ കലയോടും. സൗദി അറേബ്യ പോലും കാണിക്കാത്ത കാലത്ത് ഈ കലയോട്, സിനിമയോട്, അങ്ങനെയുള്ള ഒരു ഓപ്പൺ ധാരാളം സിനിമകൾ അവിടെ ഉണ്ട്, ഗംഭീരമായ സിനിമ, ഇറാൻ സിനിമ എന്ന് പറഞ്ഞല്ലേ. പക്ഷേ ഒരു കാര്യം ഉണ്ടായത്, ആ സിനിമകളൊക്കെ തന്നെ ആ സിനിമകൾക്ക് ഉണ്ടാക്കിയ ഒരു ബൂം യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടുത്തെ ഫണ്ടമെൻ്റൽ ഷിയ തീവ്രവാദ ശക്തികൾക്കും ഭരണകൂടത്തിനും ഒക്കെ എതിരായിട്ട് വന്ന സിനിമകളായിട്ട് പ്രത്യക്ഷപ്പെട്ടു പലരും. പല സിനിമാ പ്രവർത്തകർക്കും അവിടെ നാടുവിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ക്ലാഷും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ലോകം സൗദി അറേബ്യയോടൊപ്പം സഞ്ചരിക്കുന്നു, അതിവേഗം മാറ്റത്തിൻ്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് സൗദി അറേബ്യയോട് കലഹം കൂട്ടുകയല്ല, സൗദി അറേബ്യയുടെ പാതയിൽ സഞ്ചരിക്കുകയാണ് വേണ്ടത് എന്നൊരു ചിന്ത ഭരണകൂടത്തിലുണ്ട്. അപ്പോൾ ആ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കാൻ വളരെ ബോധപൂർവം അതിനകത്തെ തീവ്രവാദികൾ വഹിക്കുന്ന പങ്കാണ് ഈ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള സമ്മർദ്ദം. എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം. എന്തായാലും ഇപ്പോൾ അമേരിക്കൻ പ്രതിനിധി ഈ സമയത്ത് അമേരിക്ക ഗുരുതരമായ ക്രൈസിസ് നേരിടുന്ന ഒരു പുതിയ ലോകത്ത് അവിടെ ചെന്നൊരു യുദ്ധം ഉണ്ടാക്കാനാവുമോ ശ്രമിക്കുക, അതല്ല ആ യുദ്ധം ഉണ്ടായാലുള്ള ഭവിഷ്യത്ത് അവരെ പറഞ്ഞ് പഠിപ്പിക്കാനാണോ? പ്രത്യേകിച്ച് ഇസ്രായേലിനോട് ആണ് കളിക്കുന്നത് എന്ന് ഇന്ന് ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ശക്തിയാണ്. പക്ഷേ ഒരു മറ്റേ നയതന്ത്ര പ്രതിനിധിയല്ല പോയിരിക്കുന്നത്, സൈനിക മേധാവിയാണ്. അതുകൊണ്ടാണ് യുദ്ധം ചർച്ച ചെയ്യാനായിരിക്കണമല്ലോ പോയിട്ടുണ്ടാവുക. പിന്നെ മാഷ് പറഞ്ഞ പോലെ കാശ് ചെലവാകുന്ന പരിപാടിക്ക് അമേരിക്ക ഇറങ്ങില്ലല്ലോ. പ്രത്യേകിച്ച് യുക്രൈൻ പ്രതിസന്ധിയിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അമേരിക്ക തൊട്ടത് മുഴുവനും ഈ പറഞ്ഞ മാതിരി തന്നെ ഇറാൻ എക്സ്പോസ്ഡ് ആയതിനേക്കാൾ എക്സ്പോസ്ഡ് ആയത് ഇപ്പോൾ ഭൂമിയിൽ ആരാണ്? അമേരിക്കയാണ്. എക്സ്പോസ്ഡ് ആണ്, ഇവരെ കൊണ്ടൊന്നും ചെയ്യാനില്ല. പരസ്യമായിട്ട് ഇസ്രായേൽ എത്ര തവണയാണ് കഴിഞ്ഞ ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ വെല്ലുവിളിച്ചത്? സീസ് ഫയറോ, ഞങ്ങളോട് സീസ് ഫയർ പറയാൻ താനാര് എന്ന് അമേരിക്കയോട് പണ്ടാരും ചോദിക്കൂല. അപാരമായ ധൈര്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ കാണാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മീഡിയേഷനാണോ, ഒത്തുതീർപ്പ് ചർച്ചക്കാണോ? ഇനി അതല്ല, അവസാന ഘട്ടത്തിൽ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതാ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന് രണ്ടു കൂട്ടരടി തടികാക്കാനാണോ ഇറാൻ രക്ഷപ്പെട്ടു? അമേരിക്കയ്ക്ക് ഇറാനോട് പോയി സംസാരിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. കുറെ നാളായിട്ട് ഈ മറ്റേ രാജാവ് കളിച്ചിട്ട് ഉപരോധങ്ങൾ ധാരാളം പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ടേ അത് അതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ പക്ഷേ എല്ലാവരും യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇപ്പം നീങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്ത് ഒരു കോൾഡ് വാർ എന്ന് വിളിക്കാവുന്ന ഒരു പുതിയ കോൾഡ് വാർ ഉണ്ട്. ഇപ്പോൾ ഇറാൻ പറഞ്ഞു വന്ന ഒരു ആശയ ബലം വെച്ചിട്ട് ഇറാൻ എത്ര തവണ ആറ്റം ബോംബ് ഇടേണ്ട സമയം കഴിഞ്ഞ് അമേരിക്കയിൽ എന്താ ഇടാത്തത്? ഇട്ട വിവരം അറിയും, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ ഇടിയിക്കാനുള്ള പ്രകോപനമൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അമേരിക്ക യുദ്ധം ചെയ്ത് സ്വന്തം ജനതയാൽ വിചാരണ ചെയ്യപ്പെട്ട ഇറാന്റെ കയ്യിൽ ബോംബ് ആയിക്കഴിഞ്ഞില്ല, വിചാരിച്ചാൽ ഒരു 10-15 ദിവസത്തിനൊക്കെ ഉണ്ടാവുന്നതാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു വല്ലാതെ കൗതുകം നിറഞ്ഞ ഒരു സന്ദർഭമാണ്, ഒരു ജങ്ചറാണ്. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. പക്ഷേ ആശങ്ക സാധ്യത കുറവാണെന്നാണ് എൻ്റെ നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ തോന്നുന്നത്. ഇന്നത്തെ ലോകത്ത് ഇസ്രായേലിനോട് മുട്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീവ്രവാദികളെ മറുപടി കൊടുത്തു. ഞാനും കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ, ആ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലും അമേരിക്കയും എല്ലാം കൂടി തകർത്ത് കഴിഞ്ഞാൽ അത് വലിയ വിഷമം. അതെ, അത് വലിയ തകർച്ചയായിരിക്കുമല്ലോ. അപ്പോൾ അത് അവർക്ക് പ്രയാസമായിരിക്കും. കാരണം മുമ്പ് ഇറാനും കൂടി ഇടപെട്ടിട്ട് സിറിയയിൽ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ഇസ്രയേൽ തകർത്തൊരു അനുഭവം അവരുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ അവിടെ ആത്മീയമായി വന്ന വലിയ മാറ്റമുണ്ട്. ഈ പോപ്പിന് വന്ന മാനസാന്തരം പോലെ പോപ്പ് പുതിയ കാര്യങ്ങൾ, പണ്ട് കത്തോലിക്ക സഭ ചെയ്ത സകലമാന അബദ്ധങ്ങളും വിളിച്ചു പറയുന്നത് പോലെ ഈ ഖുമൈനിയിൽ നിന്ന് ഖാംനയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. അത് കാലത്തിൻ്റെ മാറ്റം കൂടിയാണ്. അത് പുതിയ കാലത്തിൻ്റെയും പുതിയ ജനതയുടെയും പുതിയ ഇറാനിയൻ മനസ്സും വായിച്ചുകൊണ്ടുള്ള നീക്കമാണ്.
അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക്, യുദ്ധത്തിനെതിരായി തന്നെ നമ്മളിപ്പോൾ വിചാരിക്കാത്ത അമേരിക്കൻ ഗവൺമെന്റുകൾ, മാറി മാറി വന്ന ഗവൺമെന്റുകളൊക്കെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ചിലപ്പോൾ ഒരു പുതിയ പ്രയോഗത്തിന് നമുക്ക് അവസരം ഉണ്ടാകുന്ന വിധത്തിൽ ഇറാനും ഇസ്രയേലും പെരുമാറിയിരിക്കാം. സൂചനാ യുദ്ധം, KM മാണി പറഞ്ഞിരുന്ന പോലെ സൗഹൃദ യുദ്ധം എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു സൗഹൃദ യുദ്ധത്തിന്റെ സാധ്യത ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. കറക്റ്റ് വേർഡാണ് അത്. കിട്ടിയാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഈ രാമേന്ദ്രൻ സാറ് കറക്റ്റ് തലക്കെട്ട് കൊടുക്കുന്ന വിദഗ്ധനാണ് മനോരമയിൽ. അതുകൊണ്ട് ഇതും നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. ഒരു സൗഹൃദ യുദ്ധത്തിന് കാതോർത്തുകൊണ്ട് ഈ ചർച്ച തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.